സംഭവം നല്ല സിനിമയാണ്. കാരണം ഇന്ത്യൻ എല്ലാവരും നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഈ ടി വിയിലും ഇതിലൊക്കെയാണ് ഇന്ത്യൻ 1 കാണാൻ പറ്റുള്ളൂ. കാരണം അപ്പോൾ ഇന്ത്യൻ 2 പടം വരുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണണമെന്നുള്ളതുകൊണ്ട് FDFS വന്നവരാണ്. ഇന്ത്യൻ 1 എന്താണ് പുട്ട് ഫോർവേഡ് ഒരു കൺസെപ്റ്റ്, അത് തന്നെയാണ് ഇന്ത്യൻ 2 സേനാപതി ഫൈറ്റ് അഗേൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അത് ഇനിയും തുടരും എന്നുള്ള രീതിക്ക് ഇന്ത്യൻ 3യുടെ കുറേ ഇത് വരുന്നുണ്ട്. കുറച്ചുകൂടി നല്ലൊരു ഒരു വിഷ്വലൈസേഷൻ വരാൻ പോകുന്നത് ഇന്ത്യൻ 3യിലാണെന്നുള്ള രീതിക്കാണ് പടം പ്രതീക്ഷയിലേക്കൊണ്ട് അവസാനിക്കുന്നത്. വളരെയധികം ഇപ്പോഴത്തെ കാലത്ത് റെലവൻസ് ഉള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. നെടുപിടികളൊക്കെ തിരിച്ച് നമുക്ക് കാണാനായി ആ മൊമെന്റ്സ് എങ്ങനെയുണ്ടായിരുന്നു? അത് പുള്ളിയുടെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ അതൊരു ഫീൽ ചെയ്തില്ല. ഇട പോർഷനിൽ മാത്രമാണ് ഏതൊക്കെയോ 2-3 ഷോട്ട്സിൽ അത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ ഡീപ്പായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നു. ഇന്ത്യൻ 3യുടെ ട്രെയിലർ കണ്ടല്ലോ, തിയേറ്റർ എക്സ്പീരിയൻസ്? ഇന്ത്യൻ 2-ന്റെ തന്നെ വേറെ ഒരു ലെവലാണ് ഇന്ത്യൻ 3യുടെ ട്രെയിലർ കാണുന്നത്. കമലിൻ്റെ ഒരു യങ് കമലിനൊക്കെ അത് നൈസാവുന്നു. സ്റ്റോറി വൈസ് ഇന്ത്യൻ 1 ആണോ ഇന്ത്യൻ 2 ആണോ? ഇന്ത്യൻ വെച്ച് ഒരിക്കലും ഇന്ത്യൻ 2 കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഒരു ക്ലാസിക് മൂവിയാണ്, ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന മൂവിയാണ്. അത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കമൽഹാസന്റെ മേക്കപ്പ് ലുക്സ് അതൊക്കെ കുഴപ്പമുണ്ടായിരുന്നു. ഇന്ത്യൻ 3ന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം 28 years കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ആ എക്സ്പെക്ടേഷൻ നമുക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലോട്ട് പിടിച്ച് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പടം ഓക്കെ കണ്ടിരിക്കാം. ഇപ്പോൾ 3 മണിക്കൂറോളം പടം ഓടിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് നമുക്ക് ലാഗ് തോന്നുന്നില്ല. ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്, പക്ഷേ കമൽഹാസൻ്റെ ഒരു ആക്ടിങ്ങിനുള്ള സ്കോപ്പ് ഈ സിനിമയിൽ ഇല്ല. പക്ഷേ ഇന്ത്യൻ 3ക്കുള്ള ലീഡ് സിനിമ കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഓടുന്നുണ്ട്, ഒരു ട്രെയിലർ പോലെ ഓടുന്നുണ്ട്. അതാണ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സിനിമ 2025 റിലീസ് ആവുന്നുണ്ട്. അതിനൊരു നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിൻ്റെ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. അതന്നെയാണ് പടം മോശം എന്ന് പറയാനില്ല, ഓക്കെ. പക്ഷേ 1-നായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാനും പറ്റില്ല. എന്താണെങ്കിൽ ആ പ്ലോട്ട് സിനിമയ്ക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തുമ്പോൾ ഇന്ത്യൻ 3 അടിപൊളിയായിരിക്കുന്നുള്ളൊരു എക്സ്പെക്ടേഷൻ. ഫൈറ്റ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഒരു ജയിലിൽ പോണ സീൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു, കുറച്ച് പോകാനായിട്ട് കുറച്ച് ലാഗിങ് ആ സീൻ. ഇന്ത്യൻ 2 കണ്ടപ്പോൾ എങ്ങനെ? ഇന്ത്യൻ ഫസ്റ്റിൻ്റെ ആ ഒരു ഫസ്റ്റാണ് നമുക്ക് സൂപ്പർ. ഇത് കൊള്ളാം, പടം കൊള്ളാം. ഇപ്പോഴത്തെ ജനറേഷൻ നല്ലതാണ് പടങ്ങൾ. ഇന്ത്യൻ 3യുടെ ട്രെയിലർ കണ്ടല്ലോ, അത് കാണാനായിട്ടുള്ള ഒരു ഫീലിംഗ്? അത് കണ്ടപ്പോഴത്തേക്കും ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, അടുത്ത് കാണാൻ കൊള്ളാം പടം. എക്സ്പെക്ട് ചെയ്ത പോലെ എന്നുവെച്ചാൽ ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. കാരണം വെച്ചാൽ അന്ന് അത്രയും സാങ്കേതികത കുറഞ്ഞ സമയത്തും ആ പടം അത്ര ഹിറ്റായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു ഇമോഷനൊന്നും ഇല്ല പ്രത്യേകിച്ച്. എന്തൊക്കെയോ ഒന്ന് കാണിച്ച് പെട്ടെന്ന് പോകുമ്പോൾ ഇന്ത്യ 1 നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ ഇന്ത്യൻ 2-ന്? 3യുടെ ട്രെയിലർ എങ്ങനെയുണ്ട്? അത് കണ്ടിട്ട് പ്രതീക്ഷ? 3യുടെ ട്രെയിലർ പോലെയാണല്ലോ ലാസ്റ്റ് കാണിച്ചത്, അതിൻ്റെ പ്രതീക്ഷ അറിയില്ലല്ലോ ഇപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. കുഴപ്പമില്ല, എനിക്ക് വലിയ രസമായിട്ട് തോന്നിയില്ല. ആവറേജ് പോലും ഇല്ല, 10 പൈസയ്ക്ക് ഇല്ല പടം. പാർട്ടിയുടെ ആവശ്യം പോലും ഇല്ല. ഏവർക്കൊക്കെ ഓക്കെയാണ്. ജസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ പോരാ, ഒട്ടും പോരാ, ഭയങ്കര മോശം പടം. ഇഷ്ടമില്ല, പാർട്ടിയുടെ ആവശ്യമില്ല, ഒന്നുമില്ല. ഏവർക്കും കാര്യങ്ങളൊക്കെ ഓക്കെ അങ്ങനെ. ഓക്കെ, എന്നാൽ ശങ്കർ എന്നൊരു ഡയറക്ടറിൻ്റെ ഒരു അതില്ല എന്നാണ് പറയുന്നത്. വെച്ചാൽ എന്നൊരു ഡയറക്ടറിൻ്റെ ഒരു കഴിവ് മൊത്തമായിട്ട് വന്നില്ല എന്നുള്ള രീതിയിലാണോ? അങ്ങനെയല്ല, ഇത് പാർട്ട്മൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര മോശമാണ്. പാർട്ട്മൺ രണ്ട് തരത്തിലാണല്ലോ നിൽക്കണത്. അങ്ങനെ വെച്ച് നോക്കി പാർട്ട്മൺ അല്ല നല്ലത്. ഭയങ്കര മോശമായിട്ട് തോന്നി. പാർട്ട് 3 ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, എന്തിനാണെന്ന് അറിയില്ല. ഇത് കണ്ടിട്ട് വളരെ മോശമായിട്ട് തോന്നി. അങ്ങനെ 3യുടെ ട്രെയിലർ കണ്ടല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? അത് കാണാനുള്ള ഒരു ഫീലിംഗ്. 3യുടെ ട്രെയിലർ കണ്ടല്ലോ, അത് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വെയിറ്റ് ചെയ്യാനുള്ള സാധനമൊന്നും ഇല്ല, വെറുതെ എന്തിനോ വേണ്ടി കളക്കുന്ന സാമ്പാറെന്ന് പറയണ പോലെ ആവശ്യമില്ലാതെ. അതൊക്കെ ഓക്കെയാണ്, ഏവർക്കൊക്കെ ഓക്കെയാണ്. അങ്ങനെയൊക്കെ വെച്ചാൽ പെർഫെക്റ്റാണ്.